അതെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. രശ്മിയാണ്. ഇന്നിപ്പോൾ ഒരു ചെറിയ അമ്പലത്തെ പോക്കും വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ബോറടിപ്പിക്കണമെന്നില്ല വല്ലാതെ എന്ന് ഞാൻ വിചാരിക്കുന്നു. വെറുപ്പിക്കുന്നില്ലല്ലോ അല്ലേ നിങ്ങളെയൊക്കെ ഞാൻ. അപ്പോൾ ഞങ്ങളെല്ലാ മുപ്പട്ട് വെള്ളിയാഴ്ചയും പോകാറുണ്ട് കേട്ടോ ചെറുക്കത്തൂർക്കാവിൽ. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട്. ഏട്ടൻ എല്ലാ മുപ്പട്ട് വെള്ളിയാഴ്ചയും പോവും. ഏട്ടൻ മിക്ക ദിവസങ്ങളിലും പോവും. മുപ്പട്ട് വെള്ളിയെന്നൊന്നുമില്ല, ഏട്ടന് തോന്നുമ്പോഴൊക്കെ ഏട്ടൻ പോവും. അപ്പോൾ ഇന്നിപ്പോൾ പിള്ളേർ കൂടുന്നതാണ്. പക്ഷെ അവർക്ക് ഇന്നിപ്പോൾ എക്സാം ഉണ്ട് 2 മണിക്ക്. അപ്പോൾ അവർക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പഠിക്കാനിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് ഇറങ്ങി രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ അമ്പലം എല്ലാവർക്കും അറിയണ്ടാവില്ലേ, ചെനക്കത്തൂർക്കാവ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെനക്കത്തൂർക്കാവിൻ്റെ. അപ്പോൾ പുറത്തു കൂടെയുള്ള വീഡിയോ അല്ലേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഉള്ളിലേക്കൊന്നും എടുക്കില്ല കേട്ടോ. തൽക്കാലം നമ്മൾ പുറത്തേക്കൊക്കെ കാണിച്ച്. അപ്പോൾ ഏട്ടൻ റെസീറ്റാക്കാൻ കയറി അങ്ങോട്ട്. അങ്ങനെ ഞാൻ ഏട്ടനെ വെയിറ്റ് ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ ഒപ്പം കയറാം. അപ്പോൾ അവിടെ ഏകദേശം തിരക്കുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് ഇങ്ങനെ നിന്നു. ഇന്ന് ഇവിടെ തൊഴുകാൻ വരുന്നതിന് ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഈ എല്ലാ 30 വെള്ളിയാഴ്ചകളിലും അന്നദാനം ഉണ്ടാവും. കർക്കിടക മാസത്തിൽ എന്നും ഉണ്ടാവുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഉണ്ട്. ഇന്നിപ്പോൾ ഇതാ ഉപ്മാവും ചട്നിയൊക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കുളത്തിൽ നല്ല വലിയ വലിയ മീനുകൾ കേട്ടോ. പക്ഷേ അടുത്ത് പോയി എടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ ഇറങ്ങണ്ട, ഇറങ്ങിയാൽ നിനക്ക് കയറാൻ പറ്റില്ല എന്ന്. കാരണം എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷിച്ച് മനസ്സിലാവും, വലിയ വലിയ നല്ല നീളമുള്ളതുണ്ട്. നമുക്കിങ്ങനെ ഫോണിൽ വീഡിയോസ് കൂടെ നോക്കുമ്പോൾ മനസ്സിലാവണില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഉണ്ട് കേട്ടോ. നമ്മുടെ ലാഡറാണേ. അപ്പോൾ അറിയുണ്ടാവും എല്ലാവർക്കും അല്ലേ നമ്മുടെ ലാഡറൊക്കെ. അപ്പോൾ ഇവിടെ കിംഫ്ര പാർക്ക് ഉണ്ട് ലക്കിടിയിൽ, നമ്മുടെ നെഹ്റു കോളേജിൻ്റെ ഒക്കെ അടുത്ത്, അറിയാലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ അങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഷോക്ക്. പിന്നെ എല്ലാവരും വിചാരിക്കണത് എൻ്റെ കണ്ണിന് ചെറിയ പ്രശ്നമാണ്. എൻ്റെ കണ്ണിന് പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് ഒരു കണ്ണിന് ഒരു 30% കാഴ്ചയുള്ളൂ. അതെനിക്ക് ജന്മന ഗോഡ് ഗിവൻ ഗിഫ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പച്ചക്കറി വാങ്ങാൻ നിന്നു ഏട്ടൻ. നമ്മുടെ ഇവിടെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വായനശാല ഇങ്ങനെ ഹോൾസെയിൽ ഇതല്ല, അങ്ങനെ ഒന്നിച്ച് കൊണ്ടുവന്ന് വിൽക്കും. അപ്പോൾ നമുക്ക് 10 രൂപയ്ക്ക് 10 രൂപയ്ക്കൊക്കെ ആയിട്ട് വാങ്ങാം. നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് പൈസയ്ക്ക് തന്നെ കുറേ കിട്ടും. പക്ഷെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങണ അത്ര വലിയ ക്വാളിറ്റി ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇത് ഇത്തിരി ഫ്രഷ് ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ. ഓരോ പ്രാവശ്യമൊക്കെ കിട്ടുമ്പോൾ ഒക്കെ അങ്ങനെ ചിലത് അളിഞ്ഞതും പിടിഞ്ഞതൊക്കെ ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ. ഇതൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ട്യൂഷനൊക്കെ എടുത്തു. ഉച്ചത്തെ കുട്ടികളൊക്കെ ഈ നേരത്തെ വന്നു. രാവിലെ എടുത്തു കേട്ടോ. രാവിലെ 6:30-ക്ക് രാവിലെ എക്സാമുള്ള കുട്ടികൾ വന്നിരുന്നു. അപ്പം അവർ ക്യാമറ കണ്ടപ്പോൾ തിരിഞ്ഞിരിക്കുകയാണേ. അപ്പം അതിൻ്റെ ഇടയിൽ ചോറും കൂട്ടാനൊക്കെ ആയിട്ടാണ് ഞാൻ ട്യൂഷൻ എടുക്കാതിരുന്നത്. 11:30-ക്കാണ് കുട്ടികൾ ട്യൂഷന് വന്നത്. അവർക്കിന്നിപ്പോൾ 2 മണിക്ക് എക്സാം. അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിക്കുകയായി. അമ്മ അങ്ങോട്ട് വന്ന് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ചേച്ചി സത്യമംഗലത്തുണ്ട്. അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ചോറൊക്കെ ഏട്ടന് ചോറ് കൊടുക്കുമ്പോൾ എടുക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ അതിനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല. ചേച്ചി വന്നപ്പോൾ സംസാരിച്ച് നിന്നു. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.